ഞാൻ അഡ്വക്കേറ്റ് ബോബി മാണി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം പരിശോധിക്കാൻ പോകുന്നത് സെൻട്രൽ ഗവൺമെൻറ് 2021 പാസ്സാക്കിയ മോഡൽ ടെനൻസി ആക്ട് കേരളത്തിൽ പ്രാബല്യത്തിൽ വരുമോ എന്ന് നമുക്ക് പരിശോധിക്കാം. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ പറ്റി നിങ്ങൾക്കുള്ള സംശയങ്ങൾ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഒന്നാമതായി, കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു നിയമം കേരളത്തിൽ നടപ്പിലാക്കാൻ സാധ്യമല്ല. കാരണം ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. സ്റ്റേറ്റ് സബ്ജക്റ്റിലെ സ്റ്റേറ്റിന് മാത്രമേ ഇതിന് നിയമം പാസ്സാക്കാനുള്ള അധികാരമുള്ളൂ. അതുകൊണ്ടാണ് മോഡൽ ടെനൻസി ആക്ട് എന്ന് പറഞ്ഞ് പാസ്സാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കേരള സർക്കാർ ഇത് അഡോപ്റ്റ് ചെയ്ത് ഇതിന് അനുസൃതമായി ഒരു നിയമം പാസ്സാക്കുകയോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ മുഖേന ഈ നിയമം ഇവിടെ ഇന്ന ഡേറ്റ് മുതൽ പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്നു എന്ന് നോട്ടിഫൈ ചെയ്യുകയോ ചെയ്യണം. അതല്ലാതെ ഇതുപോലൊരു നിയമം ഇവിടെ കേരളത്തിൽ പാസ്സാക്കാൻ സാധ്യമല്ല. രണ്ടാമതായി, ഈ നിയമം കേന്ദ്ര സർക്കാർ നിർമ്മിച്ചതാണെങ്കിലും അതിനകത്ത് എന്തുമാത്രം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സംശയമാണ്. വളരെ കാഷ്വലായിട്ട് ഉണ്ടാക്കിയൊരു നിയമമാണ്. അതുകൊണ്ട് തന്നെ അത് പ്രാബല്യത്തിൽ വരുത്തിയാൽ രണ്ട് കൂട്ടർക്കും, അതായത് വാടകക്കാർക്കും കെട്ടിട ഉടമകൾക്കും അത് വളരെയധികം ബുദ്ധിമുട്ടുകൾ പ്രാക്ടിക്കലി വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ വിഷയത്തിനെപ്പറ്റി മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ സെക്ഷനെ പറ്റിയും ഉള്ള വിവരണങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ മനസ്സിലാകും പല കാര്യങ്ങളിലും വ്യക്തത വരാനുണ്ട്. അതുകൊണ്ട് ഈ നിയമം ഒരു നോട്ടിഫിക്കേഷനിലൂടെ പ്രാബല്യത്തിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല, ഈ നിയമത്തിൽ ബ്യൂറോക്രസിയിലേക്കാണ് അധികാരങ്ങൾ കേന്ദ്രീകരിക്കുന്നത്. ഇന്ന് അക്കോമഡേഷൻ കൺട്രോളർ, റെൻ്റ് അതോറിറ്റി, റെൻ്റ് കോർട്ട്, റെൻ്റ് അവിടം വരെ. പിന്നീട് റെൻ്റ് ട്രിബ്യൂണൽ മാത്രമാണ് ഒരു ഡിസ്ട്രിക്ട് ജഡ്ജിലേക്ക് പോകുന്നത്. റെൻ്റ് അതോറിറ്റിയും റെൻ്റ് കോർട്ടും മറ്റും ഇങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥരാകുമ്പോൾ അവർക്ക് നിയമപരിജ്ഞാനം ഉണ്ടാവണമെന്നില്ല. IAS-കാരായിരിക്കാം, പക്ഷേ അവർക്ക് നിയമപരിജ്ഞാനം ഉണ്ടാവണമെന്നില്ല. അവിടുന്ന് കിട്ടുന്ന വിധികളുടെ ഒരു ന്യായവും നിയമവും നോക്കി ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിൽ ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ട്. മാത്രമല്ല, അവർക്ക് മറ്റ് ജോലികൾ കഴിഞ്ഞിട്ട് ഇതിനൊരു സിറ്റിംഗ് നടത്തി ഈ തീരുമാനമെടുക്കുന്നതും വളരെയധികം താമസവും ഉണ്ടാകും. മൂന്നാമത്തെ കോടതിയായ റെൻ്റ് ട്രിബ്യൂണൽ മാത്രമാണ് ജുഡീഷ്യറിയിലേക്ക് വരുന്നത്. അങ്ങനെ ജുഡീഷ്യറിയിലേക്ക് റിവിഷണൽ കോടതിക്ക് അധികാരങ്ങൾ വളരെ പരിമിതമാണ്. ലീഗാലിറ്റി, റെഗുലാരിറ്റി ആൻഡ് പ്രൊപ്പറൈറ്റി മാത്രമാണ് ഒരു റിവിഷണൽ കോടതിക്ക് നോക്കാൻ സാധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യാപ്തി വളരെ കുറവാണ്. അതുകൊണ്ട് അതിൽ ഈ വിധിക്ക് കുഴപ്പമുണ്ട് എന്ന് കാണുകയാണെങ്കിൽ പിന്നെ താഴേക്ക് വന്ന് ആ ഭാഗം കൂടെ വ്യക്തത വരുത്തി വരുമ്പോഴത്തേക്ക് കാലതാമസം വളരെയധികം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അതുപോലെ തന്നെ സാധാരണ പല ലാൻഡ് ലോഡ്സും, അതായത് കെട്ടിട ഉടമകളും ആവശ്യപ്പെടുന്ന സ്വന്തം ആവശ്യം എന്നുള്ള ആ ഒഴിപ്പിക്കാനുള്ള വകുപ്പ് ഈ നിയമത്തിൽ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വകുപ്പിൽ ഒഴിപ്പിക്കാൻ സാധ്യമല്ല. എന്നാൽ മുഴുവനായിട്ടും ലാൻഡ് ലോഡിന് അനുകൂലമായതുകൊണ്ട് ഒരു നിയമം ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കാം സ്വന്തം ആവശ്യമുള്ള എന്നുള്ള നിയമം ഇതിൽ ഒഴിവാക്കിയിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു നിയമം ഇതിനകത്ത് കാണുന്നില്ല. മൂന്നാമതായി, എന്നാൽ ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്, ഈ നിയമം പൂർണ്ണമായും കെട്ടിട ഉടമകൾക്ക് അനുകൂലമായി വളരെയധികം ബയാസ്ഡായിട്ടാണ് നിയമം
എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ ഏർപ്പാടിൽ 2 ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. അതായത് ഒന്ന് ടെനൻസ്, അത് വളരെ ശക്തമായ ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പാണ്. പിന്നെ കെട്ടിടോടമകൾക്കും 2 പേരുടെയും അവകാശങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരു നിയമത്തിൻ്റെ പ്രഥമമായ കർത്തവ്യം. അതല്ലാതെ ഒരു വിഭാഗത്തിലേക്ക് മാത്രം അധികാരങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ കേന്ദ്രീകരിക്കുകയും ഒരു വിഭാഗത്തിൻ്റെ അവകാശങ്ങൾ പൂർണ്ണമായും നിരാകരിക്കുകയും ചെയ്യുമ്പോൾ അത് സമൂഹത്തിൽ വളരെയധികം റിപ്പർക്കഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ നിയമം കൊണ്ടുവരുന്നവർ അത് പഠിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊരു നിയമം കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കുറവാണ്. നിയമനിർമ്മാണത്തിൻ്റെ പ്രഥമ കർത്തവ്യമാണ് 2 വിഭാഗങ്ങളുടെ അവകാശങ്ങൾ ക്രോഡീകരിക്കുമ്പോൾ അതിൽ 2 വിഭാഗങ്ങളുടെയും ഇൻട്രസ്റ്റ് തുല്യമായി ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത്. അതായത് വാടകയ്ക്ക് കൊടുക്കുന്നയാളുടെ അവകാശങ്ങളാണ് ന്യായമായ വാടക കിട്ടുക, സ്വന്തം ആവശ്യം വരുമ്പോൾ ആ കെട്ടിടം തിരിച്ചു കിട്ടുക, അതുപോലെ തൻ്റെ കെട്ടിടത്തിന് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക. ഇങ്ങനത്തെ കെട്ടിടോടമകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് പോലെ തന്നെ ഏത് നിമിഷവും ഇറക്കിവിടാം എന്നുള്ള ഒരു അവസ്ഥ വന്നാൽ വാടകക്കാരൻ്റെ കാര്യവും ബുദ്ധിമുട്ടാണ്. അതായത് ഒരു ബിസിനസ് ആണെങ്കിലും ചെയ്യാൻ ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ താമസ സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞാൽ അയാളെ എപ്പോഴും ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കും. അത് ഒരു ആലോചിച്ച് ഒരു നിയമം ഉണ്ടാക്കുന്ന ഒരു നിയമസഭയ്ക്ക് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ സാധ്യമല്ല. ഇപ്പോൾ ഈ നിയമം ഉണ്ടാക്കുന്നിടത്ത്, അതായത് നിയമസഭകളിലും പാർലമെൻറ്റിലും നിയമത്തിനെപ്പറ്റി ചർച്ചയേ ഇല്ല. അതാണ് ഇതിനകത്തെ പ്രശ്നം. അതായത് ഓരോ നിയമസഭ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ആദ്യകാലത്ത് അങ്ങനെയായിരുന്നു. വളരെ അടുത്ത കാലത്ത് നിയമസഭയിലും പാർലമെൻറ്റിലും രാഷ്ട്രീയ ചർച്ചകൾ മാത്രമേ നടക്കുന്നുള്ളൂ. ഈ ഒരു നിയമം കൊണ്ടുവന്ന് അതിൻ്റെ ഓരോ സെക്ഷനും വായിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും എല്ലാ വിഭാഗക്കാരും ചിന്തിച്ച് അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറഞ്ഞ് അതിന് വേണ്ട മാറ്റങ്ങളും വരുത്തി വേണ്ടത് മാത്രം എടുക്കുകയും മറ്റും ചെയ്യുക എന്നുള്ളതാണ് നിയമസഭയെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യാതെ ഈ സെക്രട്ടറിമാർ എഴുതിക്കൊണ്ട് വരുന്ന നിയമം അതേപടി പാസ്സാക്കുന്നത് മൂലമാണ് ഇതുപോലത്തെ നിയമങ്ങൾ വരാനുള്ള പ്രഥമമായ കാരണം. 4മതായി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം, കേരളത്തിൽ വ്യാപാരി വ്യവസായ സമൂഹം വളരെ പ്രോമിനൻ്റ് ആണ്. അവർക്ക് വളരെയധികം സ്വാധീനമുണ്ട്. അതുകൊണ്ട് അവരുടെ, അതായത് വ്യാപാരികളുടെയും വ്യവസായികളുടെയും വാടകക്കാരുടെ അവകാശങ്ങൾ ഇതുപോലെ ധ്വംസിച്ചുകൊണ്ട് ഒരു നിയമനിർമ്മാണം കേരളത്തിൽ സാധ്യമല്ല. തിരുവനന്തപുരം ബാർ അസോസിയേഷൻ ഈ വാടക നിയന്ത്രണ നിയമത്തിനെ പറ്റി ജസ്റ്റിസ് പയസ് കുര്യാക്കോസ് സാറ് ഒരു ക്ലാസ് ഓൺലൈനായിട്ട് എടുക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. ജസ്റ്റിസ് പയസ് കുര്യാക്കോസ് കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ആയിരുന്നു. റെൻ്റ് കൺട്രോൾ ആക്ടിനെ പറ്റി വളരെയധികം നിർണായകമായ വിധികൾ എഴുതിയിട്ടുള്ളയാളാണ്. അതുപോലെ സിക്കിം ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. പിന്നീട് ലോകായുക്ത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. Model Tenancy Act, which has been enacted by the Government of India, Union Government, will come into force as far as we Malayalis are concerned only if the Government of Kerala notifies through the Kerala Government Gazette the commencement of this act in the Kerala state. And that, I don't think that will happen because this act, I must say with due respect to the persons who drafted this, is a most shabbily and unhappily drafted document and so highly biased in favor of landlords. 3 authorities are contemplated. One is the rent authority.
Then is the rent court. Second authority, rent court. And the third authority, rent tribunal. So appoint a officer not below the rank of a district deputy collector, not below the rank of a deputy collector, to be the rent authority within the jurisdiction. So it's going to be a bureaucrat. The rent authority will be a bureaucrat. Here accommodation controllers are bureaucrats. They need not be learned in law. They need not be law graduates. So that's the first authority. Then the second authority, rent court. The collector or the district magistrate shall, whether or additional district magistrate or an officer of equivalent rank, to be the rent control court. Again, bureaucrats. They need not be. Of course, additional collectors, maybe IAS people, then they are not learned, they need not be learned in law. So here again, so I highlight this because the nature of the justice that one may get at the hands of a bureaucrat or an administrative authority may not be that good as the justice that we are getting at the hands of a judicial authority. 33, again, rent courts are additional collectors and additional district magistrates. Now, 34, then we get the rent tribunal. Rent tribunal. Rent tribunal, of course, district judges. That's the one good thing. That is perhaps the one silver lining in the cloud. And now grounds, some of the grounds are given. And interestingly, because a ground similar to our 1142 or the misuse of the building or that is negligent use of the building is there. But interestingly, the ground is the common ground of bona fide own occupation, which is given to landlords. This is something against the landlord, but then that's not there. But then maybe the government, the union government thought that, when otherwise the entire provisions are velvet for the landlord, why should there be a separate ground for eviction on the ground of own occupation? But interestingly, the landlord is defined as the legal heirs of the landlord when the landlord dies. And the legal heirs of the landlord who become landlords up when their predecessor dies, they are given a right for eviction on the ground of bona fide. This is the state of affairs. Anyway, as far as we are concerned, as far as we Malayalis are concerned, it is very unlikely that this Model Tenancy Act, this is not a good model, I will say, but this Model Tenancy Act is not going to be notified by the Kerala government or for that. And as everybody knows, in our state, the merchants, the businessmen who are conducting trade, they occupy mostly rented buildings. It's not on their own buildings. They are very powerful, influential people. And they will raise voice and they will not permit the government to, it is in such a context that this Model Tenancy Act comes. And I don't think that any state government having concern for various sections of the citizenry, landlords, tenants, and tenants will promulgate this. I just mentioned this because this act has got this, the publicity has been received by this act only because of that. We don't have to worry for the time being, and in the near future, Kerala government will not notify this. Very unlikely. But they have during Kayamani's time, they have prepared another rent control act for Kerala. Even that could not be passed. That's a situation. KM Mani സാറ് നിയമമന്ത്രിയായിരുന്നപ്പോൾ ഈ വാടക നിയന്ത്രണ നിയമം പരിഷ്കരിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും, അതായത് ആദ്യം ഒരു നിയമം പബ്ലിഷ് ചെയ്തു. ആ നിയമത്തിനെ പറ്റി രണ്ട് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സിൻ്റെ, അതായത് വാടകക്കാരുടെയും കെട്ടിടമുടമകളുടെയും പ്രതിനിധികളെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി പലവട്ടം ചർച്ച ചെയ്ത് ഒരു നിയമം ഡ്രാഫ്റ്റ് ചെയ്യുകയുണ്ടായി. അത് കേരള ബിൽഡിങ്സ് ലീസ് സ്റ്റാൻഡേർഡ് റെന്റ് ആൻഡ് അതർ ഫെസിലിറ്റീസ് ബിൽ 2012 എന്ന നിയമം ഒരു ഡ്രാഫ്റ്റ് ചെയ്യുകയുണ്ടായി. അത് കേരള നിയമസഭയിൽ 2014 അത് പബ്ലിഷ് ചെയ്യുകയുണ്ടായി 294/2014 എന്ന നമ്പറിൽ. എന്നാൽ അതുപോലും പാസ്സാക്കിയിട്ടില്ല. അതുകൊണ്ട്
അതും ഇത്രയും ടെനൻസിന് എതിരായിട്ടുള്ളതല്ലായിരുന്നു. അതായത് അത് രണ്ട് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സിൻ്റെയും ഓരോ സെക്ഷനെ പറ്റിയും ചർച്ച ചെയ്ത് അത് വളരെയധികം ആലോചിച്ച് ചെയ്തു. പക്ഷേ അതുപോലും പാസ്സാക്കാത്ത അവസ്ഥയിൽ തീർച്ചയായിട്ടും ഈ നിയമം പാസ്സാക്കുക എന്നുള്ളത് ഒട്ടും സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ നിയമം പാസ്സാക്കുക ഇവിടെ കേരളത്തിൽ നടപ്പിലാകുകയില്ല എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഈ നിയമം ചർച്ച ചെയ്തപ്പോൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി, വ്യാപാരി വ്യവസായി സമിതി, അങ്ങനെ 5 or 6 വ്യാപാരി വ്യവസായികളുടെ സംഘടനകളും അതുപോലെ തന്നെ 2-3 കെട്ടിടോടമകളുടെ സംഘടനകളും ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. ഇതിനെപ്പറ്റി വളരെ ആഴത്തിൽ തന്നെ ചർച്ച ചെയ്തിട്ട് അവസാനം മാണിസാറ് തന്നെ ഈ അവസാന 2 മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത് ചർച്ച ചെയ്ത് 17/10/2012 3/12/2012 മീറ്റിങ്ങിൽ കെ മാണി സാർ തന്നെ നേരിട്ട് ഈ ചർച്ചയിൽ പങ്കെടുത്ത് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചാണ് ഈ നിയമം അന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. എന്നിട്ട് പോലും പാസ്സാക്കിയില്ല. അതായത് അത്രയ്ക്ക് ശ്രദ്ധ ചെലുത്തി ഒരു ഡ്രാഫ്റ്റ് ചെയ്ത നിയമമാണ്. എങ്കിൽ പോലും അത് ചർച്ചയ്ക്കെടുക്കുകയോ പാസ്സാക്കുകയോ ചെയ്തിട്ടില്ല. അതിനാൽ തന്നെ ഈ നിയമം പാസ്സാകും എന്ന് കെട്ടിടോടമകൾ വ്യാമോഹിക്കുകയും വേണ്ട. ഈ നിയമം പാസ്സാകുന്നതിനെപ്പറ്റി വാടകക്കാരും അതുപോലെ വ്യാപാരികളും വ്യാകുലപ്പെടുകയും ആവശ്യമില്ല. ഒരു കാരണവശാലും ഈ നിയമം കേരളത്തിൽ നടപ്പാകുകയില്ല എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.